ഞങ്ങൾ രാവിലെ തന്നെ ബ്രസൽസിൽ നിന്നും യാത്ര തിരിച്ചു. കഴിഞ്ഞ 2 ദിവസം ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ ആയിരുന്നുവല്ലോ. ഇനി ഞങ്ങൾ പോകുന്നത് ജർമ്മനിയിലേക്കാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് സ്വിറ്റ്സർലാൻഡിലെ റൈൻ വെള്ളച്ചാട്ടം കണ്ടു മടങ്ങുമ്പോൾ ജർമ്മനിയിലൂടെ കുറച്ചു ദൂരം ഒന്ന് കയറിയിറങ്ങിയിരുന്നു. പക്ഷേ അത് ജർമ്മനിയിലേക്കുള്ള ഒരു യാത്രയായി കണക്കാക്കാനാവില്ല. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായ ജർമ്മനിയിലേക്ക് ഞങ്ങൾ വളരെ വൈകിയാണ് എത്തുന്നത് എന്ന് പറയാം. ജർമ്മനി വലിയ ഒരു രാജ്യമാണ്. റഷ്യയെ ഒഴിവാക്കിയാൽ യൂറോപ്പിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യവുമാണ്. അതിനെല്ലാം ഉപരി സാമ്പത്തികമായും സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വൈവിധ്യമുള്ളതുമായ ഒരു രാജ്യവും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന GDP ഉള്ള രാജ്യം. മലയാളിയെ സംബന്ധിച്ച് സുപരിചിതമായ ഒരു പേരാണല്ലോ കാൾ മാർക്സ്. മാർക്സിൻ്റെ ജന്മദേശമാണ് ജർമ്മനി. ജർമ്മനിയിലെ ട്രയർ എന്ന പട്ടണത്തിലാണ് മാർക്സ് ജനിച്ചത്. കുറച്ചെങ്കിലും മലയാളികൾക്ക് പരിചയമുള്ള മറ്റൊരാളാണ് ഹെർമൻ ഗുണ്ടർട്ട്. മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകിയ ഗുണ്ടർട്ട് ജർമ്മൻകാരനാണ്. 1839 മുതൽ 1859 വരെ 20 വർഷമാണ് ഗുണ്ടർട്ട് കേരളത്തിൽ താമസിച്ചത്. ജർമ്മനിയിലെ ഒരു പ്രശസ്ത പട്ടണമായ സ്റ്റുട്ട്ഗാർട്ടിലാണ് ഗുണ്ടർട്ട് ജനിച്ചത്. സ്റ്റുട്ട്ഗാർട്ടിനെക്കുറിച്ച് പറയുമ്പോൾ മേഴ്സിഡസ് ബെൻസ് എന്ന കാർ കമ്പനിയുടെ ജന്മദേശവും അതാണ് എന്നോർക്കാം. വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ജർമ്മൻ ഭാഷയും. റഷ്യൻ ഭാഷ ഒഴിച്ചു നിർത്തിയാൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന തദ്ദേശീയ ഭാഷയാണ് ജർമ്മൻ. ജർമ്മനിയിലെ മാത്രമല്ല, പടിഞ്ഞാറ് മധ്യ യൂറോപ്പിലെ പല പ്രമുഖ രാജ്യങ്ങളുടെയും ഔദ്യോഗിക ഭാഷ ജർമ്മനാണ്. ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം, ലക്സംബർഗ്, ലിച്ചസ്റ്റീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നതും ഔദ്യോഗിക ഭാഷകളിൽ ഒന്നും ജർമ്മനാണ്. ജർമ്മൻ ഭാഷ വശമുള്ളവർക്ക് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും അല്പമൊന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജർമ്മനിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ആദ്യം വരിക 2ാം ലോകയുദ്ധവും ഹിറ്റ്ലറും ആണ്. ഹിറ്റ്ലർ ജർമ്മനിക്ക് നേടിക്കൊടുത്ത കുപ്രസിദ്ധി ഇന്നും മാഞ്ഞു പോയിട്ടില്ല. ഒരുപക്ഷെ മനുഷ്യചരിത്രത്തിൽ അത് എല്ലാ കാലവും നിലനിൽക്കുകയും ചെയ്യും. ഹിറ്റ്ലറിന് ശേഷം അമേരിക്കയും റഷ്യയും കൂടി ജർമ്മനിയെ പങ്കിട്ടെടുത്തതും നമുക്കറിയാം. പടിഞ്ഞാറൻ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയും എന്ന നിലയ്ക്ക് 2 ജർമ്മനികളുണ്ടായി. അവയെ വേർതിരിച്ചുകൊണ്ട് ബെർലിൻ മതിലുണ്ടായി. 41 വർഷം 2 ജർമ്മനികളുണ്ടായിരുന്നു. എങ്കിലും 1990 അവ വീണ്ടും ഒന്നായി. അങ്ങനെ 2ാം ലോകയുദ്ധത്തിൻ്റെ നാണക്കേട് മായ്ച്ചുകൊണ്ട് ജർമ്മനി വീണ്ടും യൂറോപ്പിലെയും ലോകത്തിലെ തന്നെയും ഏറ്റവും ശക്തവും സമ്പന്നവുമായ ഒരു രാജ്യമായി മാറി. ഒരുപാട് വലിയ നഗരങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി. തലസ്ഥാനമായ ബെർലിൻ, പിന്നെ ഹാംബർഗ്, മ്യൂണിക്, ഫ്രാങ്ക്ഫർട്ട്, സ്റ്റുട്ട്ഗാർട്ട്, ഡസൽഡോഫ് തുടങ്ങി അനേകം വലിയ പട്ടണങ്ങൾ. പക്ഷേ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കൊന്നുമല്ല. മോൺഷാവു എന്ന ചെറിയ ഒരു പട്ടണത്തിലേക്കാണ്. ഒരു മുത്തശ്ശി കഥയിൽ നിന്നും അടർന്നു വീണതുപോലുള്ള ഒരു സ്ഥലം. മോൺഷാവു എന്ന പുരാതന ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിയ അനുഭവം നമുക്കുണ്ടാകും. ചാരനിറമുള്ള സ്ലേറ്റ് കല്ല് പാകിയ നിരത്ത് തിളങ്ങുന്നു. അതിൻ്റെ ഇരുഭാഗത്തുമായി പഴയ കെട്ടിടങ്ങൾ. എല്ലാ കെട്ടിടങ്ങളും അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമായതുകൊണ്ടാവാം ചില കെട്ടിടങ്ങൾ മുഖം മിനുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ കൂടുതലും ആഭ്യന്തര സഞ്ചാരികളെയാണ് കണ്ടത്, യൂറോപ്പിൽ നിന്നുള്ളവർ. ഇന്ന് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ചൈനക്കാരെയോ ജപ്പാൻകാരെയോ ഇന്ത്യക്കാരെയോ ഇവിടെ കണ്ടില്ല. ബെൽജിയം ജർമ്മനി അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വിദൂരമായ ഈ ജർമ്മൻ ഗ്രാമം ലോക സഞ്ചാര ഭൂപടത്തിൽ ഇതുവരെ ഇടം പിടിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ.
300 അതിലധികമോ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച തടി വീടുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം. തടി കൊണ്ടുള്ള ചുമരുകളും കടും ചാര സ്ലേറ്റ് കല്ലുകൊണ്ടുള്ള മേൽക്കൂരയും. തടി കൊണ്ട് മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും ഇവിടെ കാണാം. അവയെല്ലാം നല്ല രീതിയിൽ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. എന്നു മാത്രമല്ല, ആ വീടുകളും കെട്ടിടങ്ങളും എല്ലാം ഇന്നും സജീവമായി ഉപയോഗത്തിലിരിക്കുന്നവ കൂടിയാണ് എന്നും മനസ്സിലാവും. ജർമ്മനിയുടെ ഏറ്റവും പടിഞ്ഞാറ് അതിർത്തിയിലുള്ള ഒരു മധ്യകാല ഗ്രാമമാണ് മോൺഷാവു. ഗ്രാമം എന്ന് പറയാനാവില്ല, മധ്യകാലത്തെ ഒരു പട്ടണം. ആ കാലത്തു തന്നെ ഉറഞ്ഞുപോയതുപോലുള്ള ഒരു സ്ഥലം. ഇതുവഴി നടക്കുന്ന ആളുകളുടെ വസ്ത്രധാരണവും റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളും ഇല്ലെങ്കിൽ 400 കൊല്ലം മുൻപേക്ക് പിറകിലേക്ക് സഞ്ചരിച്ചെത്തിയതുപോലെ അനുഭവപ്പെടും. മോൺഷാവുവിൻ്റെ മധ്യത്തിലൂടെ റോർ നദി ഒഴുകുന്നു. ബെൽജിയത്തിലൂടെയും ജർമ്മനിയിലൂടെയും നെതർലൻഡ്സിലൂടെയും ഒഴുകുന്ന ഏതാണ്ട് 200 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് റോർ. റോർ നദി കടന്നു പോകുന്ന ഈ 3 രാജ്യങ്ങളിലൂടെയുമായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ യാത്ര എന്നത് സാന്ദർഭികം മാത്രം. പട്ടണത്തിൻ്റെ മധ്യത്തിലൂടെ ആഴം കുറഞ്ഞ് പാറക്കല്ലുകളിൽ തട്ടിത്തെറിച്ച് ഒഴുകിപ്പോകുന്ന റോർ നദി ഈ ചെറിയ ജനപദത്തിന് നൽകുന്ന മനോഹാരിത ഒട്ടും കുറവല്ല. നദിയോട് ചേർന്നാണ് വീടുകൾ, നദിക്ക് കുറുകെ ചെറിയ പാലങ്ങൾ, അവയുടെ കൈവരിയിലെല്ലാം പൂവിട്ട് നിൽക്കുന്ന ചെടികൾ. മുത്തശ്ശി കഥയിൽ നിന്നുള്ള ഒരു ദേശം എന്ന് ഞാൻ പറഞ്ഞത് അതിശയോക്തിയല്ല. അത്രയും കാൽപ്പനിക മനോഹാരിത ഉള്ള സ്ഥലമാണ് മോൺഷാവു. എയ്ഫൽ നാഷണൽ പാർക്ക് എന്ന വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മോൺഷാവു. അതിനാൽ തന്നെ സ്വാഭാവികമായും ചുറ്റും വനപ്രകൃതിയാണ്. 110 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള എയ്ഫൽ ദേശീയോദ്യാനം അത്ര വലുതാണ് എന്ന് പറയാനാവില്ല. നമ്മുടെ പെരിയാർ നാഷണൽ പാർക്കിൻ്റെ വിസ്തൃതി 350 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ഓർക്കാം. 2004 മാത്രമാണ് ഈ പ്രദേശത്തെ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നതും. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നടന്നു കാണാവുന്ന വിസ്തൃതിയെ മോൺഷാവുവിനുള്ളൂ. പട്ടണത്തിൻ്റെ ഒരു അതിർത്തിയിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നാട്ടുവഴിയിലൂടെ സാവധാനം നടന്നു. ജർമ്മനിയുടെ ഈ ഭാഗങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഇങ്ങോട്ട് വരുന്ന വഴി ഇടയ്ക്ക് കുറച്ച് സമയം മഴ പെയ്തിരുന്നു. ആ നേരം ഇവിടെയും മഴ പെയ്ത് തോർന്നു എന്ന് തോന്നുന്നു. റോഡിലും പരിസരത്തും നനവുണ്ട്. അന്തരീക്ഷത്തിൽ ഈർപ്പവും. ആകാശം മേഘാവൃതമാണ്. ഭൂമിയിൽ വെയിലില്ല. നേരിയ കാളിമ പടർന്ന പരിസരം. അത് ഈ മധ്യകാല പട്ടണത്തിന് അഭൗമമായ പരിവേഷം നൽകുന്നു. പല വഴിക്ക് പിരിഞ്ഞു പോകുന്ന റോഡുകളിലൂടെ ഞങ്ങൾ നടന്നു. ഇതിലെ കാഴ്ചകൾ കണ്ട് വെറുതെ നടക്കുന്നത് തന്നെ ആഹ്ലാദം തരുന്ന അനുഭവമാണ്. റോഡിൻ്റെ ഇരുവശത്തും കാണുന്ന പൗരാണികമായ കെട്ടിടങ്ങൾ. അല്പം അകലെയായി ചെറു മലനിരകൾ ഉയരുന്നതും അവിടുത്തെ വനഭൂമിയും കാണാം. പട്ടണത്തിന് അതിർത്തി തീർക്കുന്നതുപോലെ ചെറു പാറക്കൂട്ടങ്ങളിൽ തട്ടിത്തെറിച്ച് ഒഴുകുന്ന റോർ നദിയുടെ ആരവം ഒരു നിതാന്ത സാന്നിധ്യമായി പിന്നണിയിലുണ്ട്. ഈ മിഡീവിയൽ പട്ടണം കാണാൻ എത്തുന്നവർ മാത്രമല്ല ഇവിടെ വരുന്നത് എന്ന് തോന്നുന്നു.
ഇവിടെ നിന്നും എയ്ഫൽ നാഷണൽ പാർക്കിൻ്റെ വനപ്രകൃതിയുള്ള ചെറു മലനിരകളിലൂടെ ഒരുപാട് നടവഴികളുണ്ട്. അതിലൂടെ ട്രെക്ക് ചെയ്യാനെത്തുന്ന ആളുകളുമുണ്ട്. പാശ്ചാത്യ നാടുകളിലെ ഏറ്റവും ജനകീയമായ വിനോദം ട്രെക്കിങ്ങും ഹൈക്കിങ്ങും ആണെന്ന് തോന്നാറുണ്ട്. അത്തരം സാഹസത്തിനൊന്നും തുനിഞ്ഞില്ലെങ്കിലും മോൻഷാവുലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടന്നു. കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ചില കടകളിൽ കയറി. നദീതീരത്തും റോഡരികിലും നിന്ന് പട്ടണത്തിൻ്റെ മനോഹാരിതയെ പിന്നണിയിലാക്കി ചിത്രങ്ങളും വീഡിയോകളും പകർത്തി. പട്ടണത്തിൽ കണ്ട 1-2 പള്ളികളിൽ കയറി കുറച്ചു നേരം അവിടെ ഇരുന്നു. അങ്ങനെ നടക്കവേ ചെറിയ ഒരു വഴി ഒരു കുന്നിൻ മുകളിലേക്ക് പോകുന്നത് കണ്ടു. എന്തായാലും കുറച്ചു ദൂരം ഒന്ന് കയറി നോക്കാം എന്ന് കരുതി. കൈവരിയുള്ള പടവുകളുണ്ട്. ഇരുവശത്തും കുറ്റിച്ചെടികൾ പൂവിട്ടും കായിട്ടും നിൽക്കുന്നു. കടും നിറത്തിലുള്ള കാട്ടുഫലങ്ങൾ. ഒരുപാട് ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് കൊണ്ടാവും തേനീച്ചയുടെ വലിയ സംഘം പറന്നു നടക്കുന്നുണ്ട്. ഇത്രയും തേനീച്ചകളെ ഒന്നിച്ചു കണ്ടപ്പോൾ അവ കൊത്തുമോ എന്നൊരു പേടിയുണ്ടായി. എങ്കിലും പൂവിൽ നിന്നും തേനെടുക്കുന്ന തേനീച്ചകൾ ആക്രമിക്കാറില്ല എന്നെവിടെയോ വായിച്ചു തോർത്തു. തേനീച്ച കൂടുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അവ തിരിച്ച് ആക്രമിക്കാറുള്ളൂ അത്രേ. കാട്ടുചെടികൾക്കിടയിലൂടെ കുന്നുകയറി മുകളിലെത്തുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. മോൻഷാവു എന്ന പുരാതന ഗ്രാമത്തിൻ്റെ ഏകദേശം ഒരാകാശ കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കിട്ടും. കടും ചാരനിറത്തിലുള്ള സ്ലേറ്റ് കല്ലുകളുടെ മേൽക്കൂരയുമായി 4 ഭാഗത്തും വൃക്ഷനിബിഡമായ കുന്നുകൾ അതിർത്തി തീർക്കുന്ന മോൻഷാവു പട്ടണം തീർച്ചയായും വ്യത്യസ്തമായ ഒരു കാഴ്ചയും അനുഭവവുമാണ്. വിരസമായ നിത്യജീവിതത്തിനിടയ്ക്ക് സിനിയുടെയും എൻ്റെയും ഏറ്റവും സജീവമായ ഓർമ്മകൾ കണ്ടുമുട്ടിയ കാലം മുതൽ ഞങ്ങൾ നടത്തുന്ന യാത്രകളാണ്. വർഷത്തിൽ ഏതാനും ദിവസം നടത്തുന്ന ഈ യാത്രകൾ ഞങ്ങൾ എത്തിച്ചേരുന്ന മോൻഷാവു പോലുള്ള വിദൂരമായ ദേശങ്ങൾ, അവിടുത്തെ അനുഭവം, ആ ഓർമ്മ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മസത്ത. കുന്നിറങ്ങി സാവധാനം നടന്ന് കാർ പാർക്കിലെത്തി വണ്ടിയെടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. പ്രശസ്തമായ ഒരു ജർമ്മൻ പട്ടണത്തിലേക്കാണ് ഞങ്ങളിനി പോകുന്നത്. യൗവനാരംഭം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ ആ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്നത്.